എന്താ അമ്മ ഈ കാണിക്കുന്നത്? കാല് വിട്. ശ്രീനന്ദ പറഞ്ഞിട്ടൊന്നും സിന്ധു കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒടുക്കം ചുവരിലൂടെ ഊർന്ന് നിലത്തേക്ക് ഇരുന്നുപോയി. ശ്രീനന്ദ സിന്ധുവിനെ അവളുടെ കാൽക്ക് നിന്നും അടർത്തി മാറ്റാൻ സജീവനും അതർവും പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും മെല്ലെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് സിന്ധു ബോധരഹിതയായി വെറും നിലത്തേക്ക് വീണു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അരങ്ങേറിയ സംഭവങ്ങൾ. ശ്രീനന്ദ വല്ലായ്മയോടെ അതർവിന്റെ മുഖത്തേക്ക് നോക്കി. അതേസമയം സാക്ഷിക്കും സജീവനും പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ല. സാക്ഷി ഓടിപ്പോയി അടുക്കളയിൽ നിന്ന് ഒരു പാത്രത്തില് അല്പം തണുത്ത വെള്ളവുമായി ഹാളിലേക്ക് വന്നു. പിന്നെ വെള്ളം മെല്ലെ സിന്ധുവിന്റെ മുഖത്തേക്ക് കുടഞ്ഞു. കണ്ണ് ചിമ്മി തുറന്നവർ. ശേഷം അവിടെ ഇരുന്ന് ആരെയും നോക്കാതെ സിന്ധു മുറിയിലേക്ക് കയറി വാതിലടച്ചു. സജീവം വല്ലാത്തൊരു ഹൃദയവേദനയോടെ ഹാളിലേക്ക് വന്നു. കുറച്ചു നാളുകളായി സിന്ധു ഇങ്ങനെയാണ്. ചിലപ്പോ ഒരുപാട് വിഷമവും സങ്കടവും ഒക്കെ വരും. ആ സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബോധം കെട്ട് വീഴും. ആശുപത്രി കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതൊക്കെ സ്വാഭാവികമാണെന്നാണ്. ഇടയ്ക്കിടയ്ക്ക് അവൾ നിന്നോട് മാപ്പ് പറയാറുണ്ട് മോളെ. നിന്നോടന്ന് അങ്ങനെയൊക്കെ ചെയ്തതിന്റെ പേരിലാണ് ഇപ്പോ സംഗീത ഇങ്ങനെ ഒരു അവിവേകം കാണിച്ചത് എന്നൊക്കെയാണ് സിന്ധു പറയുന്നത്. ഡോക്ടറോട് കാര്യങ്ങളെല്ലാം ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ സിന്ധു ഒന്ന് ട്രീറ്റ്മെന്റുമായിട്ട് പ്രതികരിച്ചാൽ ഉറപ്പായിട്ടും അവൾക്ക് ഈ അവസ്ഥയിൽ നിന്നൊക്കെ കരകയറി വരാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അമ്മാവ, ഞങ്ങൾക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്. അതർവ് പറഞ്ഞു തുടങ്ങി. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളാണ്. നല്ലൊരു ഡോക്ടറാണ്. അമ്മായിയുടെ ഈ അവസ്ഥകളൊക്കെ പെട്ടെന്ന് തന്നെ മാറും. ഞാന് അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. പറഞ്ഞുകൊണ്ട് അതർവ് ഫോണെടുത്ത് ഉമ്മറത്തേക്ക് ഇറങ്ങി നിന്നു. ശേഷം ധ്രുവൻ എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് കോൾ ചെയ്തു. ഒരു തവണ മുഴുവൻ ബെല്ലടിച്ചു നിന്നിട്ട് അവൻ കോൾ എടുക്കാതായതോടെ അതർവ് ഊഹിച്ചു ധ്രുവൻ മിക്കവാറും ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിലായിരിക്കുമെന്ന്. ഏകദേശം 5 മിനിറ്റിന് ശേഷം ധ്രുവൻ അതർവിന്റെ ഫോണിൽ വിളിച്ചു. എന്താടാ? എടാ ധ്രുവ. അതർവ് സിന്ധുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ധ്രുവൻ ആലോചനയോടെ കേട്ടിരിക്കുകയാണ്. നീ ഒന്നും പറഞ്ഞില്ല. നീ ഒരു കാര്യം ചെയ്യും, അവരോട് ഒരു ദിവസം നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരാൻ പറയും. പറ്റുമെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ കൊണ്ടുപോവാം. ഞാൻ അവരോടൊന്ന് സംസാരിച്ചു നോക്കാം. അതിനുശേഷം തീരുമാനിക്കാം മെഡിസിൻ എന്തെങ്കിലും കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ. പിന്നെ കൂടുതലും പുള്ളിക്കാരിക്ക് മോൾ ഇങ്ങനെ വേറൊരാൾക്കൊപ്പം ഇറങ്ങിപ്പോയതിന്റെ ഷോക്കുണ്ട്. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളുമാണെന്നാ എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ മരുന്നൊന്നും കഴിക്കാതെ 3-4 സെക്ഷൻ കൗൺസിലിംഗ് കൊണ്ട് അവർക്കതൊക്കെ ഓവർകം ചെയ്ത് വരാൻ സാധിക്കുമായിരിക്കും. ധ്രുവന്റെ വാക്കുകൾ കേട്ടപ്പോ അതർവിനും ഒരു നേരിയ പ്രതീക്ഷ തോന്നി. ആ പ്രതീക്ഷയോടെ തന്നെയാണ് അതർവ് സജീവന്റെ അരികിലേക്ക് ചെന്നത്. എന്തായി മോൻ? വിളിച്ചോ? എന്തു പറഞ്ഞു? ധ്രുവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതർവ് സജീവനോട് പറഞ്ഞു. അവന്റെ ക്ലിനിക്ക് ഇവിടുന്ന് ഏകദേശം 1/2 മണിക്കൂർ ഡിസ്റ്റൻസിലാണ്. എത്രയും പെട്ടെന്ന് ക്ലിനിക്കിലേക്ക് കൊണ്ടുചെല്ലാനാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അമ്മായി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കണം. ശേഷം നമുക്ക് അവിടെ കൊണ്ടുപോയി കാണിക്കാം. ഇതാണ് ധ്രുവന്റെ ഹോസ്പിറ്റലിലെ കോണ്ടാക്ട് നമ്പർ. ഇതിൽ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോയാൽ മതി. പിന്നെയും കുറച്ചുനേരം അവിടെ ഇരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷമാണ് ശ്രീനന്ദയും അതർവിനും പോകാനായി ഇറങ്ങിയത്. ഉമ്മറപ്പടി വരെ ഇറങ്ങിച്ചെന്ന് അതർവിന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സജീവൻ കണ്ണീരോടെ പറഞ്ഞു, അന്ന് നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കി വിട്ടവളാണ് സിന്ധു. എന്നിട്ടും അവളുടെ മോശ സമയത്ത് നിങ്ങൾ ഞങ്ങൾക്കൊരു താങ്ങായി ഇവിടെ വരെ വന്നല്ലോ. ഒരുപാട് സന്തോഷമുണ്ട് മക്കളെ. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു ചേർത്ത് പിടിക്കൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. തൽക്കാലം അമ്മാവൻ ഒന്നോർത്ത് വിഷമിക്കണ്ട. പിന്നെ ഈ നാട്ടുകാരുടെ ചോദ്യം അതും കൊണ്ടൊക്കെയാണ് അമ്മായിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് അമ്മാവ് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീട് മാറാം. ഇവിടുന്ന് കുറച്ചുകൂടി ദൂരത്തേക്ക് അമ്മാവിന്റെ കടയിരിക്കുന്ന സ്ഥലത്തിനടുത്തേക്ക് മറ്റൊരു വീട് നോക്കാം. അതാവുമ്പോ അമ്മായിക്കും ഈ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള മോചനം കിട്ടുമല്ലോ. പിന്നെ ഈ വീടും ഇവിടുത്തെ ഓരോ സാധനങ്ങളും സംഗീതയെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നല്ലോ. ചിലപ്പോൾ അതൊക്കെ കൊണ്ടുകൂടിയാകും ആള് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാതെ മുറി അടച്ചിരിക്കുന്നത്. മനസ്സിൽ തോന്നിയ ചില സംശയങ്ങൾ അതർവ് പറഞ്ഞപ്പോൾ സജീവൻ എല്ലാം കേട്ടു നിന്നതേ ഉള്ളൂ. അമ്മാവിന്റെ അവസ്ഥ ഓർത്ത് ശ്രീനന്ദയ്ക്ക് വിഷമം തോന്നി. പോകാൻ ഇറങ്ങുന്ന സമയത്ത് ശ്രീനന്ദ സാക്ഷിയെ സ്നേഹത്തോടെ അവളുടെ അടുത്തേക്ക് വിളിച്ചു നിർത്തി. സാക്ഷിക്ക് ഇപ്പോഴും ശ്രീനന്ദയുടെ മുഖത്തേക്ക് പിടികൾ ഉയർത്തി നോക്കാൻ വല്ലാത്തൊരു കുറ്റബോധമാണ്. താഴ്ന്നു പോയ അവളുടെ മുഖം പിടിച്ചുയർത്തി ശ്രീനന്ദ. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എന്ന് കരുതി പഠിത്തത്തിലൊന്നും ഉഴപ്പരുത്.
എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. അമ്മാവിന്റെ കയ്യിൽ എന്റെ നമ്പറുണ്ട്. അവരിരുവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അഥർവും ശ്രീനന്ദിയും കാറിലേക്ക് കയറി. അല്പസമയത്തിന് ശേഷം അവരുടെ കാർ മുറ്റം വിട്ട് അകന്നു പോയി. തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ ശ്രീനന്ദിക്ക് വല്ലാത്തൊരു മനസ്സമാധാനം തോന്നുന്നുണ്ട്. മനസ്സിൽ നിന്നെന്തോ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയ പോലെ. അവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നുവെന്ന് അവരുടെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കും പോലെ ഒരു തോന്നല്. അപ്പോഴാണ് കൃത്യമായി ശ്രീനന്ദയുടെ ഫോണിലേക്ക് ഇന്ദിരയുടെ കോൾ വന്നത്. എന്തായി മോളെ? ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയമ്മേ. കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ കേണൽ സാറിന്റെ മോൻ ധ്രുവൻ ചേട്ടന്റെ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട്. കൗൺസിലിംഗ് കൊണ്ടെല്ലാം മാറൂന്ന് ആ ചേട്ടൻ പറയുന്നത്. അതെന്തായാലും നന്നായി മോളെ. പിന്നെ അമ്മ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. നമ്മുടെ ദേവി ചെറിയമ്മയുണ്ടല്ലോ, ചെറിയമ്മ വീണത്രേ. കൈക്കും കാലിനും ഒക്കെ പൊട്ടല്. ഹോസ്പിറ്റലിലാ. നിങ്ങളെന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞല്ലേ വരും. ഞങ്ങൾ 3 പേരും കൂടി അവിടേക്കൊന്ന് പോയിട്ട് വരാം. ശരി അമ്മേ. ഫോൺ സ്പീക്കറിലായതുകൊണ്ട് തന്നെ ഇന്ദിര പറഞ്ഞ കാര്യങ്ങളൊക്കെ അഥർവ് കേട്ടിരുന്നു. അവരുടെ കാറ് വീടിനോടടുത്ത് എത്താറായപ്പോൾ മുതൽ നല്ല ശക്തമായി മഴ പെയ്യുന്നു. ഗ്ലാസിലൂടെ താഴേക്ക് ഒഴുകിയിറങ്ങുന്ന മഴത്തുള്ളികളെ നോക്കി വല്ലാത്തൊരു കൗതുകത്തിലിരിക്കുവാണ് നന്ദ. എന്നാൽ കാറ് മുറ്റത്തേക്ക് ചെന്ന് നിർത്തിയപ്പോഴാണ് അവളും കാണുന്നത് മുറ്റത്ത് സ്റ്റാൻഡിൽ നിർത്തി വെച്ചിരിക്കുന്ന തുണികളൊക്കെ. കാറ് നിർത്തിയപാടെ ചാടിയിറങ്ങി ശ്രീനന്ദ സ്റ്റാൻഡിൽ നിന്ന് തുണികൾ ഓരോന്നായി പെറുക്കിയെടുത്തു. അന്നേരം കൊണ്ട് തന്നെ അലച്ചു തല്ലിപ്പെയ്ത മഴ ശ്രീനന്ദയെ പൂർണ്ണമായും നനച്ചിരുന്നു. തുണികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് കയറി അവളത് കസേരയിലേക്ക് വെച്ചു. എന്ത് പണിയാണോ താൻ കാണിച്ചത്? മഴ നനയേണ്ട വല്ല ആവശ്യമുണ്ടോ? അവൾക്ക് പിന്നാലെ കാറിൽ നിന്ന് ഇറങ്ങി വന്ന അഥർവ് ചോദിച്ചു. അത് പിന്നെ ഏട്ടാ, ഉണങ്ങിയ തുണിയായിരുന്നു. രാവിലെ നമ്മൾ പോകുമ്പോൾ നല്ല വെയിലല്ലായിരുന്നോ? അമ്മ മറന്നു പോയിട്ടുണ്ടാവും എടുത്തു വെക്കാന്. കൈകൾ കൊണ്ട് ആക്ഷൻ കാണിച്ചു പറയുന്ന പെണ്ണിൽ മാത്രമായി അഥർവിന്റെ ശ്രദ്ധ. അവൾ ഇട്ടിരിക്കുന്ന വസ്ത്രം നനഞ്ഞിട്ട് ദേഹത്തോട് ചേർന്നിരിക്കുന്നു. ഒരു ലൈറ്റ് കളർ ഡ്രസ് ആയതുകൊണ്ട് തന്നെ അവളുടെ ശരീരത്തിന്റെ അഴകളവുകളെല്ലാം വ്യക്തമായിട്ടുണ്ടായിരുന്നു. അഥർവ് പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്തായാലും താൻ വേഗം പോയി ഡ്രസ്സ് മാറും. അഥർവ് പെട്ടെന്ന് പറഞ്ഞത് ശ്രീനന്ദ തല കുലുക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. പിന്നെ എന്തോ ഓർമ്മ വന്ന പോലെ അവനെ നോക്കി. ഏട്ടാ, ഞാൻ ധൃതിയിൽ ഇറങ്ങിയപ്പോ ഓള് കാറി വെച്ച് മറന്നു. അതൊന്ന് റൂമിലേക്ക് കൊണ്ടുവരുവോ? ശരിയിടോ, താൻ പൊയ്ക്കോ. ലോക്ക് ചെയ്ത് കാർ തുറന്ന് ശ്രീനന്ദയുടെ ഫോണും കയ്യിലെടുത്തുകൊണ്ട് അഥർവ് അകത്തേക്ക് കയറി. ശ്രീനന്ദ വേഗം മുറിയിലേക്ക് ചെന്നു. മാറ്റിയിടാൻ ഒരു ഡ്രസ്സും എടുത്തുകൊണ്ട് അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. അവൾ ഇട്ടിരുന്ന ടോപ്പ് വരാന് മുകളിലേക്ക് ഉയർത്തിയ നേരത്താണ് കൃത്യമായിട്ട് അഥർവ് അങ്ങോട്ട് വന്നത്. ഒരു വേള പാതി തുറന്നു കിടന്ന ഡ്രസ്സിംഗ് റൂമിന്റെ വാതിലൂരി അവളുടെ അർത്ഥനഗ്നമായ ശരീരം കണ്ട് അഥർവിന് കാലുകൾ പിടിച്ചു കെട്ടിയ പോലെ ഉമിനീറിറക്കിക്കൊണ്ട് അവിടെ നിന്നുപോയി. അപ്പോഴേക്കും അവൾ ടോപ്പ് മുഴുവനും അഥർവിനെ കണ്ടതും നന്ദ ഊരിപ്പിടിച്ച ടോപ്പ് മാറോട് ചേർത്തുകൊണ്ട് അല്പം പിന്നിലേക്ക് നീങ്ങി. അപ്പോഴേക്കും അവൻ അവിടെ അടുത്തേക്ക് നടന്നു വന്നു. അതിനനുസരിച്ച് പെണ്ണ് പിന്നിലേക്ക് നീങ്ങി നീങ്ങിപ്പോയി. ഒടുവിൽ ചുവരിൽ തട്ടി നിന്നു. അവളുടെ വിടർന്ന കൺപീലികളിൽ വെള്ളത്തുള്ളികൾ പറ്റിച്ചേർന്നിരിപ്പുണ്ട്. അവൻ മുഖം അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ആ കൺപീലികളിൽ ഒന്ന് ഊതി വിട്ടു. പിടയുകയാണ് പെണ്ണിന്റെ മിഴികൾ. അവൻ അവളുടെ മുഖം തന്റെ കൈക്കൊമ്പിളിൽ എടുത്തുകൊണ്ട് ആ കവിളിൽ അരുമയായി ഒരു മുത്തം കൊടുത്തു. തണുത്ത് വിറിച്ചു നിൽക്കുന്ന പെണ്ണിന്റെ പൂവുടൽ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചതും കൂട്ടിപ്പിടിച്ച അവളുടെ ടോപ്പ് നിലത്തേക്ക് ഊർന്നുപോയി. അതെടുക്കാൻ വേണ്ടി അവൾ നിലത്തേക്കൊന്ന് കുനിഞ്ഞതും അതിനനുവദിക്കാതെ അഥർവ് ആ കൈത്തണ്ടി പിടിച്ചു. നീ എന്റെ അല്ലേ പെണ്ണെ? എന്റെ മാത്രം. പിന്നെ എന്തിനാ ഇത്രയ്ക്ക് നാണം? അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അഥർവ് ചോദിച്ചതും നന്ദയ്ക്ക് ശ്വാസം വിലങ്ങി. ഏട്ടാ, ഞാൻ അവൾ എന്തോ പറയാൻ തുടങ്ങും മുൻപ് അഥർവ് അവളെ ആഞ്ഞു പൊലുക്കി. ആ മൃദുലതകൾ അവനിൽ പതിഞ്ഞതും അവൾ കാലിലെ വയറിൽ ഒരു തിരുവന്നു പുൽക്കും പോലെ അഥർവ് അവളുടെ നെറ്റിമേൽ മുത്തി ചോപ്പിച്ചുകൊണ്ട് അത് അധരത്തിൽ വരെ എത്തി നിന്നു. ഇരുദളങ്ങളും മാറി മാറി നുകർന്നുകൊണ്ട് പെണ്ണിനെ അവൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരു നിമിഷം കൊണ്ട് അവളും മറ്റേതോ ലോകത്തായിരുന്നു. പൊടുന്നനെ അവന്റെ കൈകൾ അനുസരണക്കേട് കാട്ടിത്തുടങ്ങിയതും നന്ദ അവനെ തള്ളി മാറ്റി. അപ്പോഴാണ് അഥർവ് പോലും യാഥാർത്ഥ്യം ഉൾക്കൊണ്ടത്. ശ്രീനന്ദ അവളുടെ നനഞ്ഞ ടോപ്പ് കഴുത്തിലൂടെ ഇടാൻ തുടങ്ങുവാണ്. എന്നാൽ അഥർവ് അലമാര തുറന്ന് ഒരു ടോപ്പ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ഇതിട്ടാ മതി. അവളുടെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്തൊരു ജാള്യതയായിരുന്നു അവന്. സോറി നന്ദ. പെണ്ണിന്റെ മുഖം അവിടുത്തെ വെപ്രാളം കണ്ട് അവൻ പറഞ്ഞു.
ആദരവ് അങ്ങനെ പറഞ്ഞതും അവൾക്ക് ഒരു സങ്കടം. നന്ദ, വീണ്ടും അവൻ വിളിച്ചതും നന്ദ കുറുമ്പോടെ ആ മുഖത്തേക്ക് നോക്കി. കള്ളത്തെ എമ്മാടി. അവൾ അവന്റെ കവിളിൽ ആഞ്ഞു കടിച്ചുകൊണ്ട് മുറി തുറന്ന് പുറത്തേക്ക് ഓടി. ചേ, മോശായിപ്പോയി. നന്ദ എന്ത് കരുതി കാണും? അവൻ സ്വയം തന്റെ നെറ്റിയിലൊന്ന് കൊട്ടിക്കൊണ്ട് ഓർത്തു. എടാ, അവള് നിന്റെ പെണ്ണല്ലേ? നീയല്ലേ പറഞ്ഞത് നിന്റെ മാത്രമാണ്, നിന്റെ സ്വന്തമാണ് എന്നൊക്കെ? പിന്നെന്താ മോനെ പ്രശ്നം? തന്റെ മനസാക്ഷി മന്ത്രിക്കും പോലെ അവന് തോന്നി. എടാ ഉവേ, ഒരു ഉമ്മ കൊടുത്തു, അതല്ലേ ഉള്ളൂ. ആദ്യമായിട്ടല്ല കൊടുക്കുന്നേ. അതുകൊണ്ട് ആ രീതി കണ്ടാൽ മാത്രം മതി. വീണ്ടും അവന്റെ മനസ്സ് അവനോട് പറഞ്ഞു. ആ പിന്നെ, പെണ്ണിനോട് വേണ്ടാത്ത പരിപാടി കാണിക്കാൻ ചെന്നാ നിന്റെ വലം കൈയല്ലേ? അതിനു പകരമല്ലേ അവൾ നിന്റെ കവിളി കടിച്ചത്? അപ്പൊ പിന്നെ സെറ്റ്. കണ്ണാടി നോക്കിയപ്പോ അതിർവിന് തന്റെ മുഖം കണ്ട് ചിരി വന്നു പോയി. ഇത്രയും ദിവസം താൻ എന്തേലും കുറുമ്പ് കാണിക്കുമ്പോൾ തന്റെ പെണ്ണായിരുന്നു ഇങ്ങനെ ചുവന്നു തൊടുത്ത് നിന്നത്. ഇപ്പൊ നേരെ തിരിഞ്ഞു ഭഗവാനെ. ചിരിയോടെ അവൻ നിന്നു. തുടരും. എന്ത് രസാണ് ഇവരുടെ പ്രണയമല്ലേ? ഇത് മെല്ലെ പോയി പോയി നിർത്താട്ടോ. നന്ദ പഠിച്ചു മിടുക്കിയായി ഒരു ജോലി നേടി ആര്യൻകുട്ടിന് ഒരനിയത്തിക്കുട്ടിയൊക്കെ വന്ന ശേഷം സന്തോഷമായിട്ട് തീർക്കാം. അതെ, കമന്റ് തരാൻ മറക്കല്ലേ. സബ് ചെയ്യാത്തവർ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് തരണേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.